അവൾ മുന്നിൽ ഇരുട്ട് മൂടിക്കിടക്കുന്ന റോഡിലൂടെ മുന്നിലേക്ക് ഓടി. പുറകിലായി വരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി ഒരു കടയുടെ സൈഡിലേക്കായി കയറി നിന്നു. പേടിയോടെ റോഡിലേക്ക് നോക്കി. പിന്നിലായി ഓടി വന്നവർ അവളെയും കടന്ന് മുന്നിലേക്ക് ഓടി മറഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. അവർ കുറച്ച് മുന്നിലേക്ക് എത്തിയെന്ന് മനസ്സിലായതും അവൾ തപ്പിത്തടഞ്ഞ് ബാഗിൽ നിന്നും ഫോൺ എടുത്തു. അഭിരാമി എന്ന് സേവ് ചെയ്ത നമ്പറിൽ നിന്ന് ഒരുപാട് വട്ടം കോളുകൾ വന്ന് കിടപ്പുണ്ട്. അവൾ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് ഫോൺ ചെവിയോട് ചേർത്തു. ഒറ്റ റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഇതപ്പം നടക്കി അങ്ങോട്ട് ഹലോ എന്ന് പറയും മുന്നേ തന്നെ അഭിരാമി ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിരുന്നു. ഹലോ, നീ കേൾക്കുന്നില്ലേ? അവളിൽ നിന്ന് മറുപടിയൊന്നും ഇല്ലാതെ വന്നു അഭിരാമി വീണ്ടും തുടർന്നു. ആ കേൾക്കുന്നുണ്ട്. ഇതപ്പോടെ തന്നെ അവള് മറുപടി പറഞ്ഞു. നീ എന്താ ഇങ്ങനെ കിതക്കുന്നേ? നീ ഇപ്പൊ എവിടെയാടി? അഭിരാമി ആദിയോടെ തിരക്കി. ഇപ്പൊ ഒന്നും പറയാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. എനിക്ക് ആ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. നീ വേദന വണ്ടി എടുത്തുവാ. അഭിരാമി തിരിച്ചെന്തെങ്കിലും പറയും മുന്നേ തന്നെ അവൾ കോള് കട്ട് ചെയ്തു. അഭിരാമിയുടെ വണ്ടി അവിടെ എത്തും വരെ അവൾ പേടിയോടെ ബാഗും നെഞ്ചോടെ അടക്കി പിടിച്ചിരുന്നു. കാറിന്റെ ശബ്ദം കേട്ടതും അവൾ ഓടി വണ്ടിക്ക് മുന്നിലേക്ക് നിന്നു. വണ്ടി വന്ന് മുന്നിൽ നിന്നും അവൾ വേഗം തന്നെ ഓടിപ്പോയി വണ്ടിയിലേക്ക് കയറി. അവളുടെ കോലവും പേടിയും കണ്ടതും കൂടുതലൊന്നും ചോദിക്കാതെ അഭിരാമി വേഗത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കുതിച്ചു. അഭിരാമിയുടെ ഫ്ലാറ്റിലേക്കാണ് അവർ പോയത്. ഇച്ചു, നീ എന്തെങ്കിലും ഒന്ന് പറ, എന്താ ഉണ്ടായത്? അഭിരാമി ഫ്ലാറ്റിലേക്ക് കയറിയതും അവളെ പിടിച്ചു നിർത്തി ചോദിച്ചു തുടങ്ങി. എനിക്കൊന്നും അറിയില്ല. രാജീവ് സാർ ഒരു വർക്ക് ഏൽപ്പിച്ചിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്യാൻ നിന്നുകൊണ്ട് ലേറ്റായി. ഓടി ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോഴേക്കും ബസ് പോയിരുന്നു. അപ്പോഴാണ് കുറച്ച് ദൂരമായിട്ട് ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ നിർത്തിയത് കണ്ടത്. അതിൽ നിന്ന് 2-3 പേർ ഇറങ്ങി എൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. ചുറ്റും നോക്കിയപ്പോൾ അവിടെയെങ്കിലും ആരുമില്ല. പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ മുന്നിലേക്ക് വേഗത്തിൽ നടന്നു. എനിക്കൊപ്പം അവരും നടന്നു വരുന്നറിഞ്ഞു. ഞാൻ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി. അവരെന്നെ തൊട്ടില്ലെന്ന രീതിയിൽ എത്തിയതും ഞാൻ ഓടി. എനിക്ക് പിന്നാലെ അവരും. പക്ഷേ അവർ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടേ ഇല്ല. അഭിരാമി എല്ലാം കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. എന്നാലും എന്തിനായിരിക്കും അവരെൻ്റെ പുറകെ വന്ന്? എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈച്ചു ആശങ്കയോടെ പറഞ്ഞു. നിനക്കെന്നാ പിന്നെ അവരോട് ചോദിച്ചിട്ട് വന്നാൽ പോരായിരുന്നോ? കളിയാൽ അഭിരാമി പറഞ്ഞു. ഈച്ചു അവളെ കൂർപ്പിച്ച് നോക്കി. അല്ല പിന്നെ, ഇടി പോത്തെ, കാണാൻ സുന്ദരിയായ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന കാണുമ്പോൾ അതൊക്കെ ഒരു ചാൻസ് ആയി കാണുന്ന ഏതെങ്കിലും ചെറ്റകളായിരിക്കും. അല്ല, നിനക്കിവിടെ ആരെയും അറിയുന്നത്? എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇനി നീ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കും. അഭിരാമി അവളെ സമാധാനിപ്പിച്ച് ഫ്രഷ് ആവാൻ വിട്ടു. ഇതാണ് ഇഷിത എന്ന ഇച്ചു, ഒരു നാട്ടിൻപുറത്തുകാരി. ഇച്ചി ടൗണിലെത്തിയിട്ട് 1 മാസം ആവുന്നേ ഉള്ളൂ. ഇവിടെ വന്ന ശേഷം കിട്ടിയ സൗഹൃദമാണ് അഭിരാമി. ഇച്ചു ജോലി ചെയ്യുന്ന അതേ സ്ഥലത്താണ് അഭിരാമി വർക്ക് ചെയ്യുന്നത്. ഇതേ സമയം മറ്റൊരിടത്ത്. അവള് മിസ്സായെന്നോ? നിന്നെയൊക്കെ പിന്നെ എന്തിനു കൊള്ളാം? അവൻ ദേഷ്യത്തോടെ ഫോണിലൂടെ അലറി. സർ, ഇനിയൊരു പിഴവുണ്ടാവില്ല. സാറ് പറഞ്ഞ പോലെ ജീവനോടെ കൊണ്ടുവന്ന് സാറിന്റെ മുമ്പിലിട്ടിരിക്കും. വേണ്ട, ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ചതി, അതിന് ഇന്ദ്രന്റെ പുസ്തകത്തില് ഒരു ശിക്ഷയേയുള്ളൂ. അവന്റെ കണ്ണിൽ അഗ്നി ആളിക്കത്തിയിരുന്നു. ഇന്ദ്ര, നീ എടുത്തിയാടൊന്നും ചെയ്യരുത്. അവൾ നിരപരാധിയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇതിനു പിന്നിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ? എന്താടാ നിനക്ക് അവളോടൊരു സോഫ്റ്റ് കോർണർ? ഇന്ദ്രൻ തൻ്റെ സുഹൃത്തിന് നേരെ തിരിഞ്ഞു. സോഫ്റ്റ് കോർണറൊന്നല്ല, അവൾ ആരൊക്കെയോ ചേർന്ന് കരുവാക്കുന്നതാണോന്ന് എനിക്കൊരു സംശയം. ആര്? അതെനിക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ മറ്റാരോ ആണ്. ശരി, നിന്റെ സംശയം തീർത്തേക്കാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അവളാണെന്ന് തെളിഞ്ഞ പിന്നെ ഞാൻ പറയുന്ന ശിക്ഷ നടപ്പാക്കേണ്ടത് നീയാ. അത് കേൾക്കാൻ ഞെട്ടിക്കൊണ്ട് അവൻ ഇന്ദ്രനെ നോക്കി. പിറ്റേന്ന് രാവിലെ ആയിട്ടും ഇന്നലെ നടന്ന സംഭവങ്ങളിൽ തന്നെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്ന പോലെ അവൾക്ക് തോന്നി. ഇച്ചു എഴുന്നേറ്റ് ഫ്രഷായി. സൺഡേ ആയതുകൊണ്ട് ലീവാണ്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവൾ അവിടുന്ന് ഇറങ്ങി. ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് ഇച്ചു താമസം. ഇത്രയും കുറഞ്ഞ വാടകയ്ക്ക് മറ്റൊരു സ്ഥലം കിട്ടിയില്ല എന്നാണ് സത്യം. താഴത്തെ നിലയിൽ ഒരു മുത്തശ്ശി മാത്രമാണ് താമസിക്കുന്നത്. അവൾ ടൗണിൽ ആ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്നു. പിന്നിൽ ബ്ലാക്ക് സ്കോർപ്പിയോ സ്ലോവാക്കി അവൾക്ക് പിന്നിലായി സഞ്ചരിച്ചു. എന്നാൽ ഇതൊന്നും അറിയാതെ അവൾ ആ ഇടനാഴിയിലേക്ക് കയറി. പെട്ടെന്നാണ് അയാളുടെ കണ്ണുകൾ അവളിൽ ഉടക്കിയത്. അവൾക്ക് തൊട്ടു പിന്നിലായി അയാൾ തൻ്റെ കയ്യിൽ കരുതിയ ഗണ്ണുമായി നടന്നു നീങ്ങി. അവർക്ക് പിന്നാലെ ആ ബ്ലാക്ക് സ്കോർപ്പിയോയും അവരെ ഫോളോ ചെയ്തുകൊണ്ട് മുന്നിലേക്ക് നീങ്ങി. പെട്ടെന്നാണ് അയാൾ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ആളില്ലാത്ത ഭാഗത്തേക്ക് നീങ്ങി നിന്നത്. അവൻ്റെ കയ്യിലായി കരുതിയ തോക്കെടുത്ത് അവളുടെ നെറ്റിയിലായി ചേർത്ത് വെച്ച്. അവളാകെ പേടിച്ചു പോയിരുന്നു. അവളിൽ നിന്ന് ശബ്ദങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വന്നില്ല. ആകെ കൂടെ മരവിച്ച അവസ്ഥ.
പെട്ടെന്ന് അവന്റെ കൈ ട്രിഗറിൽ അമർന്നു. അവൾ പെട്ടെന്ന് തന്നെ പേടിയോടെ ഒച്ച വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. പെട്ടെന്ന് മുഖത്തായി വെള്ളമടിച്ചത് അവൾ ഞെട്ടി കണ്ണു തുറന്നു. ആകെ മൊത്തം നനഞ്ഞുകൊണ്ട് അവൾ അയാളെ നോക്കി. മുഖത്തും കഴുത്തിലുമായി പറ്റിപ്പിടിച്ച വെള്ളം ഷാൾ കൊണ്ട് തുടച്ചുകൊണ്ട് അവൾ അയാളോട് ചോദിച്ചു, ജിത്തു, നീ എന്തേ കാണിച്ച്? അതും പറഞ്ഞു അവർക്കടുത്തേക്ക് ഒരാൾ ഓടി വന്ന് അവനെ പിടിച്ചു മാറ്റി. അപ്പോഴും എന്താണ് സംഭവിച്ചെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇച്ച്. പെങ്ങളൊന്നും വിചാരിക്കില്ലേ, സുഖമില്ലാത്ത ആളാ. അവർക്കടുത്തേക്ക് ഓടി വന്നുകൊണ്ട് ആദി പറഞ്ഞു. അതിന് ഞാനൊന്നും ചെയ്തില്ല ആദി. ഈ കുട്ടിയുടെ മുഖത്ത് മുഴുവൻ അഴുക്കായിരുന്നു, അതുകൊണ്ടത് കഴുകി കൊടുത്തതാ. വളരെ നിഷ്കളങ്ക ഭാഗത്തോടെ ജിത്തു അത് പറഞ്ഞു. ആദ്യം അവനെ കൂർപ്പിച്ച് നോക്കി. നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ജിത്തു, ഇങ്ങനെ ഓരോന്ന് കാണിച്ചു നോക്കരുതെന്ന്. ആദ്യം ജിത്തുവിനോട് ദേഷ്യപ്പെട്ട് അവൻ അടിക്കാൻ കയ്യോങ്ങിയതും ജിത്തു ഇച്ചുവിന് പുറകിലായി വന്നു നിന്നു. എന്നെ അടിക്കില്ലെന്ന് പറ. അതും പറഞ്ഞ് തനിക്ക് പുറകിൽ വിളിച്ചവനെ കാണേ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവൾക്ക് പുറകിൽ നിന്ന് അവനെ വലിച്ച് മുന്നിലേക്കാക്കാൻ നോക്കിയതും അവൾ ആദ്യം തടഞ്ഞു. നിങ്ങൾ എന്തീ കാണിക്കുന്നത്? സുഖമില്ലാത്ത ആളല്ലേ, പോട്ടെ, സാരമില്ല. അവൾ അവനോടായി പറഞ്ഞതും ജിത്തുവിന് വല്ലാത്ത സന്തോഷം തോന്നി. ജിത്തു വീണ്ടും അവന്റെ കയ്യിൽ നിന്ന വാട്ടർ ഗണ്ണിൽ നിന്ന് വെള്ളം അവളുടെ പിൻകഴുത്തിലായി സ്പ്രേ ചെയ്തു. ജിത്തു, നോ! അതും പറഞ്ഞ് അവളുടെ പുറകിലായി നിന്ന ജിത്തുവിനെ വലിച്ച് ആദ്യം മുന്നിലേക്ക് നിർത്തി. അവളാണെങ്കിൽ ആകെ നനഞ്ഞു വിളിച്ച് അവനെ നോക്കി. ആദ്യം വീണ്ടും വഴക്ക് പറഞ്ഞതും ജിത്തു അവൾക്ക് പുറകിലായി വന്ന് അവളോട് ചേർന്ന് നിന്നു. ജിത്തു, വാ ഇവിടെ! ആദ്യ ദേഷ്യത്തോടെ വിളിച്ചതും അവൻ വീണ്ടും ഇച്ചുവിനോട് ചേർന്ന് നിന്നു. ഞാൻ വരില്ല, വന്ന നീ എന്നെ അടിക്കും. ആദ്യ ബലമായി അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. ഇച്ചുവിനോട് സോറിയും പറഞ്ഞ് മുന്നിലേക്ക് നടന്നു. നടത്തത്തിനിടയിലും ജിത്തു തിരിഞ്ഞു നോക്കി അവളോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കുറച്ചുനേരം ആലോചിച്ചതിന് ശേഷം മുന്നിൽ കണ്ട ഒരു ഓട്ടോയിൽ കയറി അവൾ റൂമിലേക്ക് വിട്ടു. ഓട്ടോ ആ വീട്ടുമുറ്റത്ത് നിർത്തുമ്പോഴും ആ സ്കോർപ്പിയോ അവളെ ഫോളോ ചെയ്തു വന്നിരുന്നു. പിറ്റേന്ന് പതിവ് പോലെ അവൾ ഓഫീസിലേക്ക് തിരിച്ചു. ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഇറങ്ങിയതും അവളെ കാത്ത് പുറകിൽ നിന്ന് സ്കോർപ്പിയോ സ്ലോവാക്കി അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ബസ് സ്റ്റോപ്പിലെത്തി. അവൾ ബസ് കാത്ത് നിൽക്കുന്ന കുറച്ച് ദൂരെയായി നിർത്തിയിട്ട് അവർ വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഹലോ സർ, ഞങ്ങൾ ആ പെണ്ണിന്റെ പുറകെ തന്നെയുണ്ട്. ആ പെണ്ണ് ആരെയൊക്കെ കാണുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, അപ്പം എന്നെ വിളിച്ചറിയിക്കണം. ഓക്കെ? ഓക്കെ സർ. കോള് കട്ട് ചെയ്തു. ഇന്ദ്രൻ ചെയറിലേക്ക് ചാരിയിരുന്നു അടുത്തിരിക്കുന്ന തൻ്റെ സുഹൃത്തിനെ നോക്കി. പതിവായി വരുന്ന ബസ്സില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത ബസ്സിനാണ് ഇച്ചു വന്നു. ബസ് ഇറങ്ങി വാസിലേക്ക് നോക്കി. സമയം 9:55 ആയിരിക്കുന്നു. 10 മണിക്ക് മുന്നേ പഞ്ച് ചെയ്ത് അകത്ത് കയറേണ്ടതാണ്. പോരാത്തതിന് ഇന്ന് പുതിയ മാനേജർ വരുന്ന ദിവസം കൂടിയാണ്. അവൾ ധൃതിയിൽ മുന്നിലേക്ക് നടന്നു. ഇരു സൈഡിലും നോക്കി വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്തു. പെട്ടെന്ന് സ്പീഡിൽ വന്നൊരു കാറ് അവളെ തൊട്ടില്ലെന്ന രീതിയിൽ ബ്രേക്ക് ഇട്ട് നിർത്തിയതും അവൾ പേടിയോടെ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ചു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. ഏയ്, തനിക്കൊന്നും പറ്റിയില്ലല്ലോ? ആദ്യയോടെ അവൻ അവൾക്കടുത്തേക്ക് വന്നു. അപ്പോഴവൾ ആ ഞെട്ടിൽ തന്നെയായിരുന്നു. എടോ, താൻ ഓക്കെ അല്ലേ? വീണ്ടും അവൾ സംശയത്തോടെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇത്രയും വലിയ ടൗണിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ റോഡ് ക്രോസ് ചെയ്താലേ ഏതെങ്കിലും വണ്ടിയുടെ അടി കിടക്കും. എന്നാലും തനിക്കൊന്നും പറ്റിയില്ലല്ലോ, അതിൻ്റെ ഭാഗ്യം. ഐ ആം അഭിലാഷ്. അതും പറഞ്ഞ് അവൻ അവൾക്ക് നേരെ കൈ നീട്ടിയതും ഒന്നും മടിച്ചതിന് ശേഷമാണെങ്കിലും അവൾ അവന് കൈ കൊടുത്തു. എന്താണോ ഇത്? ഒരാൾ പേര് പറയുമ്പോൾ തിരിച്ച് പേര് പറയാനുള്ള മര്യാദയൊന്നുമില്ലേ? സോറി, ഞാൻ പെട്ടെന്ന്. ഇഷിത. അവളൊരു വളിച്ച ചീനിയോടെ പറഞ്ഞു. ഓക്കെ ഇഷിത, ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറയുന്നില്ല. അവനൊരു ചിരിയോടെ പറഞ്ഞതും അവളും ചിരിച്ചുപോയി. എന്നാൽ ശരി, കാണാം. അതും പറഞ്ഞ് അവൻ പോയി അവൻ്റെ കാറിൽ കയറി. അപ്പോഴേക്കും അവൾ റോഡ് ക്രോസ് ചെയ്ത് പോയിരുന്നു. സാറെന്തിനാ അവളോട് പേര് മാറ്റി പറഞ്ഞ്? അവൻ കാറിലേക്ക് കയറിയതും കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ അവനോട് ചോദിച്ചതും അവൻ അയാളെ നോക്കി. അവൻ്റെ ചുണ്ടിൽ നിഗൂഢമായൊരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. ഈച്ചു ഓഫീസ് കോമ്പൗണ്ടിലേക്ക് കയറി പാർക്കിങ്ങിലേക്ക് നോക്കി. അവിടെ അവളെ കാത്ത് അഭിരാമി ഉണ്ടായിരുന്നു. പതിവ് പോലെ രണ്ടുപേരും അവരവരുടെ സീറ്റിലേക്ക് പോയിരുന്നു. നിങ്ങൾ അറിഞ്ഞോ, പുതിയ മാനേജർ വന്നിട്ടുണ്ടെന്ന്? കാണാൻ ചുള്ളനാണെന്ന് കേട്ട്. മിയ മാനേജറുടെ ക്യാബിനിലേക്ക് ഏന്തി വലിഞ്ഞു പോയിക്കൊണ്ട് പറഞ്ഞു. നീ കണ്ടോ? അഭിരാമി ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ല, ഞാൻ കണ്ടില്ല. വർഷ പറയുന്ന കേട്ടതാ, മിയ വിളിച്ചുകൊണ്ട് പറഞ്ഞു. ബെസ്റ്റ്, രണ്ടും കണക്കാ, കാട്ടുകോഴികൾ. രണ്ടിനെയും പുച്ഛിച്ചുകൊണ്ട് ഇച്ചു തൻ്റെ പണി തുറന്നു. അപ്പോഴും അഭിരാമിയും മീയും മാനേജറെ കാണാനുള്ള പെടാപ്പാടിലായിരുന്നു. ഉച്ച കഴിഞ്ഞ് എല്ലാവരും മീറ്റിംഗ് ഹാളിൽ ഒത്തുചേർന്നു. പുതിയ മാനേജറെ കാണാൻ പെൺപടകളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിപ്പാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ആൾ ഓഫ് യു. എൻ്റെ പേര് ആദിത്യൻ, നിങ്ങളുടെ പുതിയ മാനേജരാണോ? പെൺപടകൾ മുഴുവൻ ആദിത്യനെ കണ്ണെടുക്കാൻ നോക്കി വെള്ളമിറക്കിയപ്പോൾ ഇഷിത ഞെട്ടലോട് ആ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ സീറ്റിൽ പോയിരുന്നു. എന്ത് ഗ്ലാമറല്ലേ പുള്ളി, മിയ അഭിയോട് പറഞ്ഞു.
കാണാൻ പൊളിയൊക്കെ തന്നെയാണ്, പക്ഷേ സ്വഭാവ ചെകുത്താനെ പോലെ എങ്ങനെയാണെങ്കിൽ തീർന്നില്ലേ? അഭിരാമി പറഞ്ഞു. ചെകുത്താൻ? ഇതൊക്കെ കേട്ട് നയിച്ചു സംശയത്തോടെ ചോദിച്ചു. അതെ, ചെകുത്താൻ തന്നെ. ഇന്ദ്രജിത്ത് മഹാദേവൻ, മഹാദേവൻ സാറിൻ്റെ ഒരേ ഒരു മകൻ. മഹാദേവൻ സാറും ഫാമിലിയും കാനഡയിൽ സെറ്റിൽഡാണ്. നമ്മൾ രാജീവ് സാറും മഹാദേവൻ സാറും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നുകൊണ്ട് ഇത്രയും കാലം ഇതൊക്കെ നോക്കി നടത്തിയത് രാജീവ് സാറായിരുന്നു. എന്നാൽ സാറിനെ കൊണ്ട് ഇത്ര വലിയ കമ്പനി ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് മഹാദേവൻ സാറിൻ്റെ മകൻ നാട്ടിൽ വരുന്നത്. പിന്നീട് കമ്പനിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ ഇന്ദ്രിയത്തിന് ഇതുവരെ ആരും തന്നെ ഇവിടെ കണ്ടിട്ടില്ല. എന്നാൽ അവനെതിരെ സംസാരിക്കാൻ പോലും എല്ലാവർക്കും പേടിയാണ്. കാരണം മുന്നിൽ തനിക്ക് വിലങ്ങ് തട്ടിയായി നിൽക്കുന്ന എല്ലാത്തിനെയും വെട്ടി വീഴ്ത്തിയ അയാൾക്ക് ശീലം. അഭിരാമി പറയുന്ന കേൾക്കെ ഉള്ളിൽ ചെറിയൊരു പേടി വന്നിറയുന്നത് ഇച്ചു അറിഞ്ഞു. വൈകിട്ട് വർക്ക് കഴിഞ്ഞ് ഇച്ചു അഭിരാമിയും മിയയും ഒന്നിച്ചാണ് ഇറങ്ങിയത്. മിയ വാത്തോരാതെ ആദിയെക്കുറിച്ച് തന്നെ പറയുകയാണ്. എന്നാൽ പെട്ടെന്ന് അവൾ സ്വിച്ചിട്ട പോലെ സംസാരം നിർത്തിയതും ഇച്ചു അഭി അവിടെ നോട്ടം പോയ ഭാഗത്തേക്ക് നോക്കി. ആദിത്യൻ ഇച്ചുവിനെ കണ്ടതും പരിചയഭാവത്തിലും ചിരിച്ചു. ഡി, അങ്ങേരെന്താ നിന്നെ നോക്കി ചിരിക്കുന്നേ? നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയുന്നതാണോ? മിയ വളരെ ആകാംക്ഷയോടെ ഇച്ചുവിനോട് ചോദിച്ചു. വലിയ പരിചയമൊന്നുമില്ല, ഇന്നലെ ടൗണിൽ വെച്ച് കണ്ടതാ. അയാളുടെ കൂടെ ഇന്നലെ സുഖമില്ലാത്ത ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഇച്ചു തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. മിയ ഇപ്പോഴും ആദ്യം സ്കാൻ ചെയ്യുന്ന തിരക്കിലാണ്. അബിയും മിയയും പോയ ശേഷം വേഗം തന്നെ ഇച്ചു ബസ് സ്റ്റോപ്പ് ലക്ഷ്യം വെച്ച് നടന്നു. ബസ് സ്റ്റോപ്പിലെത്തി ബാഗിലേക്ക് നോക്കുമ്പോഴാണ് ഫോൺ ഓഫീസിൽ വെച്ച് മറന്ന കാര്യം അവൾ ഓർക്കുന്നത്. അവൾ വാച്ചിലേക്ക് നോക്കി. അപ്പോഴേക്കും ബസ്സും വന്നിരുന്നു. മറ്റു വഴിയില്ലാത്തതുകൊണ്ട് അവൾ വേഗം ഓഫീസ് ലക്ഷ്യം വെച്ച് നടന്നു. പെട്ടെന്ന് മുന്നിലൊരു കാർ വന്നു നിന്നു. ഇച്ചു സംശയത്തോടെ വണ്ടിയിലേക്ക് നോക്കി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ആദ്യം ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. സെക്യൂരിറ്റി തന്നാ ഞാൻ കരുതി താൻ പോയി കാണുന്നു. അതും പറഞ്ഞ് അവനവൻ്റെ കയ്യിൽ കരുതിയ ഫോൺ അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി ബസ് നോക്കിയപ്പോഴേക്കും അത് പോയി കഴിഞ്ഞിരുന്നു. നീങ്ങി തുടങ്ങിയ ബസ് നോക്കി അവളൊന്ന് വിശ്വസിച്ചു. ആ ബസ്സിനാണോ പോവേണ്ടത്? അവൾ അതേ നേരത്തിൽ തലവുലുക്കി. ഇനി എപ്പോഴാണ് അടുത്ത ബസ്? അറിയില്ല. താൻ ഓക്കെ ആണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താൻ സ്ഥലം പറഞ്ഞാൽ മതി. അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് അവൻ ചോദിച്ചു. അവൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും കഴിഞ്ഞ ദിവസം നടന്ന കാര്യം ആലോചിച്ച് വേഗം തന്നെ അവനോടൊപ്പം വണ്ടിയിൽ കയറി. അതെ, ഇന്നലെ കൂടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? സംസാരത്തിന് തുടക്കം കുറിച്ച് ഇസ് തന്നെയായിരുന്നു. അതിൻ്റെ ബ്രദറാണ് ജിത്തു. ഇച്ചിരി കുറുമ്പുണ്ടെന്നേ ഉള്ളൂ, ആള് പാവാ. അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കുറച്ചു നേരം ഡ്രൈവ് ചെയ്ത് അവനൊരു വലിയ വീടിന് മുമ്പിൽ വണ്ടി നിർത്തി. അവൾ സംശയത്തോടെ അവനെ നോക്കി. കാറിൻ്റെ ശബ്ദം കേട്ടതും അകത്തുനിന്ന് ജിത്തു ഓടി വന്നു. ആദ്യം തൻ്റെ കയ്യിൽ കരുതിയ ചോക്ലേറ്റ് അവന് നൽകി. ഇതൊക്കെ കാണെ ഇച്ചുവിൽ ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. അപ്പോഴാണ് ജിത്തു ഇച്ചുവിനെ കാണുന്നത്. അവളെ ചൂണ്ടി ജിത്തു പറയെ ഇച്ചു സംശയത്തോടെ ആദ്യം നോക്കി. അവൻ നിനക്കിട്ട് വരാ ചക്കി. ഇന്നലെ നിന്നെ കണ്ടൽ പിന്നെ ചക്കിയെ കാണുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അത് കേട്ട് അവർക്ക് ചിരി വന്നു. ജിത്തു കൂടെ വരുന്നതിൽ തനിക്ക് പ്രോബ്ലം ഇല്ലല്ലോ? അവൻ സംശയഭാവത്തിൽ അവൾ നോക്കി. ഏയ്, എനിക്കെന്ത് പ്രോബ്ലം? ജിത്തു വഴി നീളെ ഇച്ചുവിനോട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ജിത്തു വാശി പിടിച്ചപ്പോൾ ആദ്യം ഒരു ഐസ്ക്രീം പാർലർ വണ്ടി നിർത്തി. 3 ഐസ്ക്രീം വാങ്ങി വന്നു. ഈ സമയം കൊണ്ട് തന്നെ ജിത്തു ഇച്ചു ഒരുപാട് അടുത്തു. ഇച്ചുവിനെ വീടിനുമ്പിൽ ഇറക്കി വിട്ട് മടങ്ങുമ്പോൾ ജിത്തുവിന് വല്ലാത്ത സങ്കടമായിരുന്നു. ഇനി എപ്പോഴോ ചക്കി കാണുന്നത്? അവൻ സങ്കടത്തോടെ ചോദിച്ചു. നമുക്കിനിയും കാണാലോ, അവൻ്റെ തലമുടിയിൽ കൈകൊണ്ട് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. ബാഗിലിരുന്ന ചോക്ലേറ്റ് എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്ത് അവൾ നടന്നു നീങ്ങി. ആദിയുടെ കാർ കുറച്ച് മുന്നിലേക്ക് നീങ്ങിയതും ഇടവഴിയിൽ നിർത്തിയിട്ട ബ്ലാക്ക് സ്കോർപ്പിയോ അവരെ ഫോളോ ചെയ്ത് തുടങ്ങിയിരുന്നു. പിറ്റേന്ന് ആദ്യം ലീവാണെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ ഇന്നലെ കൊടുത്ത നമ്പറിലേക്ക് അവളൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടു. എന്താ ഇന്ന് വരാതിരുന്ന്? മെസ്സേജ് റിസീവായ ഉടനെ തന്നെ റിപ്ലൈ വന്നു. ഇന്നലെ കഴിച്ച ഐസ്ക്രീം പണി വന്നു. ജിത്തുവിന് പനി പിടിച്ചു. അത് കേട്ടപ്പോൾ അവൾക്ക് എന്തോ ചെറിയ സങ്കടം തോന്നി. അന്ന് മുഴുവൻ ഇടയ്ക്കിടക്ക് അവൾ ജിത്തുവിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് അവന് മെസ്സേജ് അയച്ചിരുന്നു. 2 ദിവസത്തിന് ശേഷമാണ് ആദ്യം ഓഫീസിൽ വന്ന് തുടങ്ങുന്നത്. അവനെ കണ്ടതും അവൾ വേഗം തന്നെ അവൻ അടുത്തേക്ക് നടന്നു. ജിത്തുവിന് എങ്ങനെയുണ്ട്? കുറവുണ്ട്. നിന്നെ കാണുന്ന പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു. ചിരിയോട് ആദ്യം പറയവേ അവളുടെ മുഖം മങ്ങി. വൈകിട്ട് പോകുമ്പോൾ ഞാനും കൂടെ വന്നോട്ടെ? അവളുടെ ചോദ്യം കേട്ട് അവന് ചിരിയാണ് വന്നത്. അതിനെന്താ, വന്നോളൂ. വൈകിട്ട് ഞാൻ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്യാം. ഈച്ചു ആദിയോട് സംസാരിക്കുന്നതിൽ മിയക്കുള്ളിൽ വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. അവൾ അഭിരാമിയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. ഈഷിതൊക്കെ ആദി സാറിന് നോട്ടുണ്ടോയെന്നൊരു സംശയം. അഭിരാമി മിയയെ കൂർപ്പിച്ച് നോക്കിയതും മിയ ഒന്നും മിണ്ടാതെ അവിടെ സീറ്റിൽ വന്നിരുന്നു. വൈകിട്ട് മിയക്ക് വർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അഭിരാമി ഒറ്റയ്ക്കാണ് പോയത്. അഭിരാമി പോയി കഴിഞ്ഞതും വേഗം തന്നെ ബാഗ് എടുത്ത് ഇച്ചു പാർക്കിങ്ങിലേക്ക് വിട്ടു. അവളെയും കാത്ത് ആദ്യം അവിടെ ഉണ്ടായിരുന്നു. ഇച്ചു പോയതും മിയ സിസ്റ്റത്തിൽ നിന്ന് മുഖമുയർത്തി ചുറ്റും നോക്കി. ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഇച്ചുവിൻ്റെ സിസ്റ്റം ഓൺ ചെയ്തു. അതിൽ നിന്ന് ചില ഡോക്യുമെന്റ്സിന്റെ ഫോട്ടോസ് തൻ്റെ ഫോണിൽ പകർത്തി.
മൈ ലവ് എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് അയച്ചു. സിസ്റ്റം ഓഫ് ചെയ്ത് വേഗം തന്നെ ഓഫീസ് വിട്ടിറങ്ങി. കാറിന്റെ ശബ്ദം കേട്ടതും ജിത്തു ഓടി വന്നു. വണ്ടിയിൽ നിന്നിറങ്ങുന്ന ഇച്ചുവിനെ കണ്ടതും അവൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ കൈ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അന്നും ജിത്തു ആദ്യമാണ് അവളെ കൊണ്ടുവിട്ടത്. ആദ്യ വണ്ടി ഓടിക്കുന്നതിനിടക്കാണ് ബ്ലാക്ക് സ്കോർപ്പിയോ ഫോളോ ചെയ്യുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ വേഗം തന്നെ ഹൈവേയിൽ നിന്ന് മാറി മറ്റൊരു റോഡിലേക്ക് കയറിയ ശേഷം സൈഡ് മിറർ വഴി പുറകിലേക്ക് നോക്കി. അപ്പോഴും ആ കാർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായതും ആദ്യ വണ്ടിയുടെ സ്പീഡ് കൂട്ടി. സർ, വഴി മാറി, ആ വഴിക്കല്ലേ പോവേണ്ടത്? ഇച്ചു സംശയത്തോടെ ചോദിച്ചു. ഇഷിത, താൻ ടെൻഷനാവരുത്, നമ്മളൊരു വണ്ടി ഫോളോ ചെയ്യുന്നുണ്ട്. അവൾ വേഗം തിരിഞ്ഞു നോക്കി. കണ്ട മാത്രയിൽ തന്നെ അവൾ ആ വണ്ടി തിരിച്ചറിഞ്ഞു. തനിക്ക് അവരെ പരിചയമുണ്ടോ? അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ടവൻ ചോദിച്ചു. അവൾ അന്ന് രാത്രി നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പറയുമ്പോൾ അവൾ വല്ലാതെ പേടിക്കുന്നുണ്ടായിരുന്നു. ആദ്യം കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി. വണ്ടി വേഗത്തിൽ ഓടിച്ച് കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വണ്ടി കാണാനില്ല. അവൾ വീടിന് മുമ്പിൽ ഇറക്കുമ്പോഴും അവളുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. താൻ പേടിക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ആ വാക്ക് അവൾക്കൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു. രാത്രി കിടന്നിട്ട് ഉറക്കം വരാതെ അവൾ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു. വെറുതെ ജനൽ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ ആ വണ്ടി വീടിന് മുമ്പിലായി റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നു. അതിൽ നിന്ന് രണ്ടുപേർ വീടിന്റെ മതിൽ ചാടുന്ന കണ്ടതും അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് ആദ്യം വിളിച്ചു. ജനലും വാതിലും ഒക്കെ അടച്ച് അവൾ പേടിയോടെ കട്ടിൽ വന്നിരുന്നു. കുറച്ചു കഴിഞ്ഞ് വാതിലൊരു മുട്ടുകേട്ടതും അവൾ പേടിയോടെ ഞെട്ടി എഴുന്നേറ്റു. ഇഷിത, ഇഷിത! ആദിയുടെ ശബ്ദം കേട്ടതും അവൾ ഓടിപ്പോയി വാതിൽ തുറന്നു. പക്ഷെ ആ വണ്ടി ഇപ്പോൾ അവിടെ കാണാനേ ഇല്ല. അവളുടെ പേടി കണ്ടുകൊണ്ട് അവൾ അവിടെ നിർത്താതെ ആദ്യം അവനൊപ്പം കൂട്ടി. ആ സമയം ആദ്യം അവൾക്ക് വലിയൊരു ആശ്വാസമായി തോന്നി. രാവിലെ ഉറക്കെഴുന്നേറ്റ് വന്ന ജിത്തു അവളെ ആ വീട്ടിൽ കണ്ട് സന്തോഷത്തോടെ തുള്ളിച്ചാടി. മെന്റലി അവൾ ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ട് ഇന്നൊരു ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് ആദ്യം ഓഫീസിലേക്ക് പോയി. ജിത്തുവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മനസ്സിലെ ആധികൾ ഒരു പരിധിവരെ കുറയുന്നത് അവൾ അറിഞ്ഞു. വൈകിട്ട് വളരെ ടെൻഷനോടെയായിരുന്നു ആദ്യ വീട്ടിലേക്ക് തിരിച്ചു വന്ന്. എന്തുപറ്റി? ടെൻഷനോടെ ഇരുന്ന് ആദ്യയുടെ അരികിലായി പോയിരുന്ന അവൾ ചോദിച്ചു. ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ബോംബെയിൽ വെച്ച്. ഒരാഴ്ച ഇവിടുന്ന് മാറിക്കേണ്ടി വരും. ജിത്തു അവനെയും കൊണ്ട് എങ്ങനെയാ അതാ ആലോചിക്കുന്നത്. അതാണോ കാര്യം? ആദ്യം പോയിട്ടോ, അവനെ ഞാൻ നോക്കിക്കോളാം. തനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന ആദ്യം സഹായിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അവൾക്ക് തോന്നി. ഇച്ചുവിൻ്റെ കൂടെ ഇരുന്നോളാം എന്ന് ജിത്തു കൂടെ സമ്മതിച്ചോടെ ആദ്യം മീറ്റിങ്ങിന് വേണ്ടി ബോംബെയിലേക്ക് തിരിച്ചു. പോകുന്നതിന് മുന്നേ അവൾക്ക് സഹായത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു വെച്ചിരുന്നു. ജിത്തുവിനെ ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെയാണ് ഇച്ചു കൊണ്ടു നടന്നത്. അവൻ കൂടെയുള്ളപ്പോൾ മറ്റൊന്നിനെക്കുറിച്ച് അവൾ ചിന്തിച്ചിരുന്നില്ല. ആദ്യ കൂടെയില്ലാത്തതിൻ്റെ കുറവ് അവൻ അറിയിക്കാതിരിക്കാൻ അവൾ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. രാത്രി ഇച്ചുവിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ജിത്തു. അവളുടെ കയ്യിലൊരു നനവറിഞ്ഞതും അവൾ അവനെ പിടിച്ച് നേരെ ഇരുത്തി. അവൻ്റെ മുഖം കൈക്കുമ്പിൽ കോരിയെടുത്തു. ജിത്തൂസ് നിനക്ക് അറിയുന്നേ? അവനൊന്നും പറഞ്ഞില്ലെങ്കിലും അവൻ്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറയുന്നുണ്ട്. ആദ്യം മിസ് ചെയ്യുന്നുണ്ടോ? അവൻ ആദ്യം തലയാട്ടി. പോട്ടെ, സാരമില്ല. അവൾ അവനെ മാറോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ നീളം മുടിയഴുകളിൽ കൂടി അവളുടെ കൈവിരലുകൾ ഓടിച്ചു. അവനായി അവൾ പാടിയ താരാട്ട് കേട്ട് അവളുടെ നെഞ്ചോരം ചേർന്ന് അവൻ ഉറങ്ങിയെന്ന് മനസ്സിലായതും കുറച്ചു നേരം കൂടെ അവനെ നോക്കിയിരുന്ന ശേഷം അവൾ പോയി സോഫയിൽ കിടന്നു. ഇച്ചു രാവിലെ ഉറക്കുണരുമ്പോൾ സോഫയ്ക്ക് താഴെയായി തൻ്റെ കാലിനോട് മുഖം ചേർത്ത് വെച്ച് ജിത്തു കിടപ്പുണ്ട്. അവൾ വേഗം തന്നെ എഴുന്നേറ്റ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സോഫയിൽ ഇരുത്തി. ജിത്തൂസിനെ ഒറ്റ കിടക്കാൻ പേടിയാണോ? അവനതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ആദ്യം പോയതിൽ പിന്നെ അവൻ ഭയങ്കര സൈലന്റ് ആണെന്ന് അവൾ ഓർത്തു. അന്ന് മുഴുവൻ അവനെ ഹാപ്പി ആക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഇച്ചു. അന്ന് അവൾ അവനോടൊപ്പമായിരുന്നു കിടന്നത്. അവളെ ചുറ്റി പിടിച്ച് അവനും 2 ദിവസം കൂടി വേഗം കടന്നുപോയി. അടുക്കളയിൽ ജിത്തുവിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കിയായിരുന്നു ഇച്ചു. അവളുടെ അടുത്തായി സ്ലാബിന്റെ മുകളിൽ കയറിയിരുന്ന ജിത്തു വേഗം എഴുന്നേറ്റ് അവളുടെ മാറിനെ മറിച്ച് കിടന്ന ഷാൾ വലിച്ചെടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. അപ്പോഴാണ് അവളത് ശ്രദ്ധിക്കുന്നത്. ഷാളിലേക്ക് പടർന്നു പിടിച്ചെത്തി അവളുടെ നീളം മുടിയിലേക്ക് പടർന്നു തുടങ്ങിയിരുന്നു. ജിത്തു തൻ്റെ കൈകൊണ്ട് മുടിയിൽ അടിച്ചും കുടഞ്ഞും തീയണച്ച് വന്നപ്പോഴേക്കും അവൻ്റെ കൈ ഒരുപാട് പൊള്ളിപ്പോയിരുന്നു. തീയണച്ച് അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവളുടെ മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടി. വീണ്ടും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ അവൾ തറഞ്ഞു നിന്നുപോയി. അവനെ അടർത്തി മാറ്റിയപ്പോഴാണ് അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ അവൾ കാണുന്നത്. അതിൽ നിന്ന് തന്നെ അവൻ ഒരുപാട് പേടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ്റെ കൈ നോക്കുമ്പോൾ ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. അവനെ റൂമിലേക്ക് കൊണ്ടുപോയി മരുന്ന് വെച്ച് കൊടുത്തു. ജിത്തൂസെ, ജിത്തൂസിന് എന്നെ എത്ര ഇഷ്ടമാണ്.
അവൻ ആലോചനയുടെ അവൻ്റെ താടിൽ കൈവച്ചു. എന്നിട്ട് എഴുന്നേറ്റ് അവിടെ കവിളിലായി ചുണ്ട് ചേർത്തു. ഇത്രക്ക് ഇഷ്ടം എനിക്ക്. അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൾ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണി വഴി പുറത്തേക്ക് നോക്കി നിന്നു. മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത. നേരത്തെ ജിത്തു മുഖം മുഴുവൻ ചുംബനം കൊണ്ട് മൂടിയ രംഗം മനസ്സിലേക്ക് വന്നത് ഉള്ളിൽ മറ്റെന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് അവൾ അറിഞ്ഞു. അന്ന് രാത്രി എന്തുകൊണ്ടോ അവനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ജിത്തുവിൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ കഴിയാത്ത പോലെ. അവൻ ഉറങ്ങിക്കഴിഞ്ഞ് ഏറെ നേരം അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. മുഖത്തേക്ക് വീണ മുടിയിഴകൾ കൈകൊണ്ട് മാടി ഒതുക്കി കൊടുത്തു. യാന്ത്രികമെന്നോണം അവളുടെ അധരങ്ങൾ അവൻ്റെ നെറ്റിയിൽ അമർന്നു. നോക്കിയിരിക്കുമ്പോൾ പേരറിയാത്തൊരു വികാരം അവൾ വന്ന് മൂടുന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. മനസ്സിനെ ആലോചനയ്ക്ക് വിട്ടുകൊടുക്കാതെ മനസ്സിനെ നിയന്ത്രിച്ച് അവൾ സോഫയിൽ പോയി കിടന്നു. പിറ്റേന്ന് ജിത്തുവിനെയും കൂട്ടി പുറത്തേക്ക് വന്നതായിരുന്നു ഇച്ചു. ജിത്തുവിനെ വണ്ടിയിലിരുത്തി അവന് വേണ്ട സാധനങ്ങൾക്ക് വാങ്ങാൻ കടയിലേക്ക് കയറിയതായിരുന്നു ഇച്ചു. സാധനങ്ങൾ വാങ്ങി തിരിഞ്ഞതും അവൾ ആരെയോ പോയി ഇടിച്ചു. തന്നെ മൊത്തം കണ്ണില്ലേ? പെട്ടെന്ന് നിലത്ത് വീണ സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് അയാൾക്ക് നേരെ അത്രയും പറഞ്ഞു കഴിഞ്ഞാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. അഭിഷേക്? പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. നമ്മളെപ്പോൾ കണ്ടാലും ഇടിയാണല്ലോ, അവൻ കളിയാലെ പറഞ്ഞു. അഭിഷേക് എന്താ ഇവിടെ? കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാന്ന് കരുതി ഇറങ്ങിയതാ. അല്ല, താൻ ഒറ്റക്കാണോ? ഏയ് അല്ല, ഫ്രണ്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് എവിടെ? അവൻ ചുറ്റിനും നോക്കിക്കൊണ്ട് ചോദിച്ചു. പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിച്ച ശേഷമാണ് അവർ പിരിഞ്ഞത്. കയ്യിൽ കരുതിയ ചോക്ലേറ്റ് ജിത്തുവിന് നൽകിക്കൊണ്ട് അവൾ കാറിലേക്ക് കയറി. കാറ് മുന്നോട്ടെടുത്ത് കുറച്ച് കഴിഞ്ഞതും ഡ്രൈവർ മറ്റൊരു വഴിക്ക് വണ്ടി ഓടിക്കുന്നുണ്ട് സംശയം തോന്നി ഇച്ചു അയാളോട് ചോദിച്ചെങ്കിലും അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും വണ്ടി ഒരു വലിയ ഗോഡൌണിന് മുമ്പിൽ എത്തിയിരുന്നു. അപകടമാണ് ഇച്ചു ജിത്തുവിൻ്റെ കൈ പിടിച്ച് വലിച്ച് മുന്നിലേക്ക് ഓടി. പക്ഷെ അപ്പോഴേക്കും ഗുണ്ടകൾ അവരെ പിടിച്ചിരുന്നു. രണ്ടുപേരെയും വലിച്ചഴിച്ച് അവർ ഗോഡൌണിൻ്റെ ഉള്ളിലേക്ക് തള്ളി. അവൾ ഓടിപ്പോയി ജിത്തുവിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും അതിലൊരുത്തൻ വന്ന് ജിത്തുവിൻ്റെ നെഞ്ചിൽ ആഞ്ഞ് ചവിട്ടി വീഴ്ത്തിയിരുന്നു. നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്, അവനെ ഒന്നും ചെയ്യരുത്, അവനെ വിട്ടേക്ക്, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അവൾ കൈകൂപ്പിക്കൊണ്ട് അവരോട് പറഞ്ഞു. നിന്നെപ്പോലൊരു ചെറുക്ക് മുന്നിൽ വന്ന് ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞാ ഞങ്ങൾ എങ്ങനെയാ മോളെ ചെയ്യാണ്ടിരിക്കുന്നത്? പക്ഷേ അവനെ വെറുതെ വിടാൻ പറ്റില്ല. കാരണം കൊട്ടേഷൻ കിട്ടിയതന്നെ അവനെ തീർക്കാനല്ലേ. അവളുടെ ശരീരത്തിൽ മുഴുവനായി കണ്ണോടിച്ച് അതിലെ തലവനെന്ന് തോന്നിക്കുന്ന അയാൾ പറയവേ അവൾ ഞെട്ടലോടെ ജിത്തുവിനെ നോക്കി. 3-4 ഗുണ്ടകൾ ചേർന്ന് പിടിച്ചു വെച്ചിട്ടുണ്ട്. അവൾ അവന് നേരെ ഓടാൻ നിന്നും അയാൾ അവിടെ മുടിക്കുത്തിൽ കയറി പിടിച്ചു. അവളെ അയാളുടെ കയ്യിൽ കിടന്ന് കുതറി. നിങ്ങൾ അവന്റെ കാര്യം നോക്ക്, ഇവളുടെ കാര്യം ഞാൻ നോക്കാം. കയ്യിലുണ്ടായിരുന്ന കത്തി അതിലൊരാൾക്ക് നേരെ എറിഞ്ഞു കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞതും അവളെ അയാളുടെ കയ്യിൽ കിടന്ന് കുതിരാൻ തുടങ്ങി. ഗുണ്ടാത്തലവൻ അവളെയും വലിച്ച് മുന്നിലേക്ക് നീങ്ങുമ്പോൾ കത്തിയുമായി മറ്റേയാൾ ജിത്തുവിന് നേരെ അടുത്തിരുന്നു. അവളെ അയാളുടെ കയ്യിൽ കിടന്ന് കുതിരാൻ തുടങ്ങി. പെട്ടെന്ന് കത്തിയും കൊണ്ടുപോയ ആള് അതേ സ്പീഡിൽ മുന്നിലെ ചുമരിലേക്ക് വന്ന് ഇടിച്ചു നിൽക്കുന്നത് കണ്ടത് അറിയാതെ തന്നെ അവളുടെ ചുണ്ട് മന്ത്രിച്ചു. ആദി. അയാളുടെ കൈ മുടിക്കുത്തിൽ നിന്നൊന്ന് അയഞ്ഞത് അവൾ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ഒരുത്തൻ്റെ കൈ പിടിച്ചൊടിച്ച് മറ്റൊരുത്തൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുന്ന ജിത്തു. അവൾ സ്തംഭിച്ച് നിന്നുപോയി. മുന്നിൽ വരുന്ന ഓരോരുത്തരായി നിലത്ത് വീണ് കഴിഞ്ഞിരുന്നു. ഇതൊക്കെ കണ്ട് ഓടാനായി തുനിഞ്ഞ തലവനെ ഒറ്റച്ചാട്ടത്തിന് അവൻ ചവിട്ടി വീഴ്ത്തിയിരുന്നു. അയാൾ അടിച്ച് പിഴിഞ്ഞ് അവൻ ചുമരോട് ചേർത്ത് നിർത്തി. പറയടാ, ഇതാരെന്ന കൊട്ടേഷനാ? അത് അവൻ പറയുന്നില്ലെന്ന് കണ്ടതും ജിത്തു പുറത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. ആദി! പെട്ടെന്ന് തന്നെ ആദ്യം അകത്തേക്ക് വന്നു ഒരു ഗൺ അവൻ്റെ കയ്യിൽ കൊടുത്തു. കൂടെ സ്കോർപിയോയിൽ അന്ന് ഇച്ചുവിനെ പിടിക്കാമെന്നവരും. ജിത്തു ആ ഗൺ അവൻ്റെ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ചു. ഞാൻ 10 വരെ എണ്ണും. അതിനുള്ളിൽ നീ പറഞ്ഞില്ലെങ്കിൽ ഈ ഇന്ദ്രൻ ആരാണെന്ന് നീ അറിയും. 1, 2, 3. വേണ്ട, ഞാൻ പറയാം. കൈലാഷ്, അയാൾ പേടിയോടെ പറഞ്ഞു. അത് കേട്ടത് ഇന്ദ്രൻ പുച്ഛത്തോളം ചിരിച്ചു. അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു. ഈ ഇന്ദ്രജിത്തിനെ തീർക്കാൻ വരുമ്പോ എല്ലിന് കുറച്ചുകൂടെ മൂപ്പുള്ളവരെ വിടണമെന്ന് നിന്റെ ഏമാനോട് പറഞ്ഞേക്ക. ഇന്ദ്രജിത്ത് എന്ന പേര് അവരുടെ ഉള്ളിൽ മുഴങ്ങി കേട്ടു. എല്ലാം കേട്ടും കണ്ട് സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു ഈച്ചു. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ഇറങ്ങി. ഇന്ദ്രൻ വന്നു ഈച്ചുവിൻ്റെ കൈ പിടിച്ച് മുന്നിലേക്ക് നടന്നു. ഈച്ചു ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. മുന്നിൽ നടക്കുന്ന ഒരു സ്വപ്നമാണെന്ന് പോലും വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് ഇന്ദ്രനായിരുന്നു. ഇടയ്ക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിയിറങ്ങുന്നു എന്നല്ലാതെ അവളിൽ നിന്ന് മറ്റൊരു പ്രതികരണം ഉണ്ടായില്ല. കുറച്ചേരം അവൾ ഒറ്റയ്ക്ക് വിടുന്നതാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ട് അവളെ മുറിയിലാക്കി അവൻ പുറത്തേക്ക് പോയി. രാത്രി കിടന്നിട്ട് ഇന്ദ്രന് ഉറക്കം വരാത്ത പോലെ തോന്നി. ആ മുറിയിൽ എവിടെ നോക്കിയാലും അവളുടെ ഓർമ്മകൾ അവനെ വേട്ടയാടും പോലെ.
അവൻ നേരെ അവളുടെ മുറിയിലേക്ക് പോയി. ഹാൻഡിൽ പിടിച്ച് തിരിച്ചപ്പോൾ തന്നെ അത് തുറന്നു വന്നു. അവളെ എങ്ങും മുറിയിൽ കാണാതെ വന്നു. ബാൽക്കണി ഡോർ തുറന്നിരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയി നോക്കി. അവിടെ നിൽപ്പുണ്ട്. ഇപ്പോഴും ആ കണ്ണീർ തോർന്നിട്ടില്ല. അവൻ അവൾക്കൊപ്പം പോയി നിന്നു. അവൾ അവനെ നോക്കി. വീണ്ടും വിദൂരതയിലേക്ക് നോക്കി നിന്നു. അവളൊന്നും ചോദിച്ചില്ലെങ്കിലും അവൻ പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ മാസം പ്രസന്റ് ചെയ്യേണ്ടിയിരുന്ന ആ ബോംബെ കമ്പനിയായിട്ടുള്ള പ്രൊജക്റ്റ് കമ്പനിയിൽ നിന്ന് ആരോ കൈലാഷിന് ചോർത്തി കൊടുത്തു. മെയിൽ ചെയ്തിരിക്കുന്നത് നീ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ നിന്നാണ്. അതറിഞ്ഞാന്ന് നിന്നെ കൊല്ലേണ്ട ദേഷ്യം ഉണ്ടായിരുന്നു എനിക്ക്. അന്ന് കമ്പനിക്ക് നഷ്ടം വന്നത് 15 കോടിയുടെ പ്രൊജക്റ്റായിരുന്നു. കൈലാഷിന് വേണ്ടി വർക്ക് ചെയ്യാൻ എൻ്റെ ഓഫീസിൽ തന്നെ ഒരാളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അതാണ് നിന്നെ തട്ടിക്കൊണ്ടുവരാൻ ആളയച്ചത്. ഈച്ചു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ആദ്യം നിന്നെ സംശയിച്ചു വന്ന സത്യ, പക്ഷെ എനിക്കിന്നറിയാം നീ അത് ചെയ്യില്ലെന്ന്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. നിന്നെ കരുവാക്കി എന്നെ ചതിച്ചത് ആരാണെന്നോ എനിക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടിയായിരുന്നു ഈ നാടകം. എല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവനും ദൂരേക്ക് നോക്കി നിന്നു. ഇപ്പം അയാളെ കണ്ടുപിടിക്കേണ്ടത് തന്നെക്കാൾ എൻ്റെ ആവശ്യമാണ്. ആരായാലും ചതിച്ചത് തന്നെ മാത്രമല്ല, എന്നെയും കൂടെയാണ്. അതുകൊണ്ട് അയാളെ കണ്ടുപിടിക്കാൻ കൂടെ ഞാനുണ്ടാവും. അത്രമേൽ ഉറച്ചതായിരുന്നു അവിടെ വാക്കുകൾ. അതും പറഞ്ഞ് അകത്തേക്ക് പോകാൻ ഒരുങ്ങിയതും അവൻ അവിടെ കയ്യിൽ പിടിച്ചു നിർത്തി. അവൾ സംശയഭാവത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദേഷ്യമുണ്ടോ എന്നോട്? എന്തിന്? നിങ്ങളെ വിശ്വസിച്ച ഒരു കോമാളിയായതിന് എനിക്ക് എന്നോട് തന്നെയാ ദേഷ്യം തോന്നുന്നു. ഞാൻ അതല്ലേ ചോദിച്ചത്. ഇന്നലെ കെട്ടിപ്പിടിച്ചതിന് ഉമ്മ വെച്ചതിനൊക്കെ ദേഷ്യമുണ്ടെന്നാ. അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടിത്തെറിപ്പിച്ച് അകത്തേക്ക് പോകാൻ ഒരുങ്ങിയതും ഇന്ദ്രൻ അവിടെ കയ്യിൽ പിടിച്ച് ചുമരോട് ചേർത്ത് നിർത്തി. ഇരു സൈഡിലും കൈ കുത്തി നിർത്തി. അവൾ പകപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ ദേഷ്യം അത് ന്യായമാണ്. പക്ഷേ അത് എന്നിൽ നിന്ന് അകലാനാണെങ്കിൽ വേണ്ട. എന്നെ വിട്ടിനി ഒരു മോചനം അതിന് നിനക്കുണ്ടാവില്ല. ഇച്ചു സംശയഭാവത്തിൽ അവനെ നോക്കി. താൻ എന്താ പറഞ്ഞു വരുന്നത്? ഞാനെന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ലേ? ഞാൻ ചെയ്തതിന് നീ എന്നോട് എത്ര വേണമെങ്കിലും ദേഷ്യം കാണിച്ചു പോകും. പക്ഷേ എന്നിൽ നിന്ന് അകന്നു പോകാൻ നിനക്ക് എന്തെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തിക്കോന്ന്. ഇനിയുള്ള കാലം നിന്റെ മാറിൻ്റെ ചൂടിൽ കിടന്നുറങ്ങണം. എനിക്ക് ഇത്രയും ദിവസം കിടന്നില്ലേ? അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അനിഷ്ടത്തോടെ മുഖം തിരിച്ചു. സമയം എത്ര വേണമെങ്കിലും എടുത്ത് ആലോചിച്ചോളൂ. പക്ഷേ നിന്റെ മറുപടി ഒരിക്കലും എന്നെ വിട്ട് പോകണമെന്നായിരിക്കരുത്. അത്രയും പറഞ്ഞ് അവൻ മുറി വിട്ടിറങ്ങി. രാവിലെ വീട് മുഴുവൻ തപ്പിയിട്ട് അവളെ കാണാതെ വന്നു. ഇന്ദ്രൻ അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അന്വേഷണത്തിനൊടുവിൽ അവൾ അഭിരാമിയുടെ ഫ്ലാറ്റിലുണ്ടെന്ന് അറിഞ്ഞതും പിന്നെ ഒന്നും ചിന്തിക്കാതെ അവൻ അഭിരാമിയുടെ ഫ്ലാറ്റിലേക്ക് വിട്ടു. അതിനിടയിൽ തന്നെ അർജന്റ് വർക്കുകൾ കൊടുത്ത് ആദ്യം അഭിരാമിയെ ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു. തുടരെയുള്ള കോളിംഗ് ബെല്ലിന്റെ സൗണ്ട് കേട്ടാണ് ഇച്ചു വാതിൽ തുറക്കുന്നത്. മുന്നിൽ അത്രമേൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ടതും അവളൊന്ന് പേടിച്ചു. അവൻ പെട്ടെന്ന് അകത്തേറി ഡോർ ലോക്ക് ചെയ്തും അവൾ പേടിയോടെ പുറകിലേക്ക് നീങ്ങി. അവൻ്റെ മുഖത്ത് അത്രമേൽ ദേഷ്യം നിറഞ്ഞിരുന്നു. അവൻ അവിടെ കയ്യിൽ കയറി പിടിച്ചു. വാ പോവാ. അവൾ അനിഷ്ടത്തോടെ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞു. ഇച്ചു വെറുതെ വാശി പിടിക്കാതെ വാ. അവൻ വീണ്ടും അവിടെ കയ്യിൽ കയറി പിടിച്ചതും അവൾ കൂടുതൽ ശക്തിയിൽ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞു. ഇച്ചു വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നീ വരുന്നുണ്ടോ? അവൻ അവിടെ ഇരുത്തോളിലുമായി പിടിച്ചു. ദേഷ്യം വന്നാൽ താൻ കൊല്ലുമായിരിക്കും അല്ലേ? എൻ്റെ കൈ കയറി പിടിക്കാൻ എന്താ അധികാരം തനിക്കുള്ളു? തനിക്ക് തന്നെ പണം സ്വാധീനം കൊണ്ട് പലതും വാങ്ങാൻ കഴിയായിരിക്കും. പക്ഷെ സ്നേഹം, ഇഷ്ടം അതൊന്നും അങ്ങനെ കിട്ടുന്നല്ല. തന്നെ ഒരിക്കലും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല. അവളുടെ ഇരുത്തോളിൽ അവൻ്റെ കൈ ഒന്നുകൂടെ മുറുകി. നീ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ല ഇച്ചു? ഇല്ല, ഉറപ്പോടെ അവൾ പറഞ്ഞതും അവൻ്റെ കൈ താനേ അയഞ്ഞു. ഓക്കെ, ഇനി ഇത് പറഞ്ഞ് ഞാൻ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ല. പക്ഷേ നീ എനിക്ക് ഇന്നലെ തന്നൊരു വാക്കുണ്ട്. എന്നെയും നിന്നെയും ചതിച്ച ആരാണെങ്കിലും അയാളെ കണ്ടുപിടിക്കാൻ എനിക്കൊപ്പം നിൽക്കുന്നു. അയാളെ കണ്ടുപിടിക്കുന്നവരെ നീ എനിക്കൊപ്പം എൻ്റെ വീട്ടിൽ താമസിക്കണം. എന്നിട്ട് നിനക്ക് പോകണമെന്നാണെങ്കിൽ നിനക്ക് പോവാം. പിന്നീട് ഒരിക്കലും ഞാൻ നിന്റെ മുമ്പിൽ വരില്ല. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അവൻ്റെ ആ വാക്കിൻ്റെ ഉറപ്പിൽ അവൾ ഇന്ദ്രനൊപ്പം വീട്ടിലേക്ക് തിരിച്ചു. അടുത്ത ദിവസങ്ങളിലൊക്കെ അവൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഇന്ദ്രൻ അവളോട് സംസാരിച്ചില്ല. രാത്രി ബാൽക്കണിൽ നിൽക്കായിരുന്നു ഇച്ചു. ഇഷിത, പിന്നിൽ നിന്നൊരു വിളി കേട്ടത് അവൾ തിരിഞ്ഞു നോക്കി. നിന്റെ സിസ്റ്റർ നിന്റെ പാസ്വേഡ് ആർക്കൊക്കെ അറിയാം? അതും ചോദിച്ച ആദ്യം അവൾക്കടുത്തേക്ക് വന്നു. അഭിരാമി, മിയ, പിന്നെ രാജീവ് സാൻ അറിയാം. എന്താ ആദി? ഏയ് ഒന്നുമില്ല, അറിയാൻ വേണ്ടി ചോദിച്ചാ. ഓക്കെ, താൻ റെസ്റ്റ് എടുത്തോളൂ. അത് പറഞ്ഞ് പോകാൻ തിരിഞ്ഞവനെ അവൾ പുറകിൽ നിന്ന് വിളിച്ചു. ആദി, ജിത്തു എവിടെ? അവൻ സംശയഭാവത്തിൽ അവൾ നോക്കിയത് അവൾ തുടർന്നു. അല്ല, 2-3 ദിവസമായിട്ട് കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അവനെവിടെ പോലും നിനക്കെന്താ? നിന്റെ ആരുമല്ലല്ലോ അവൻ. ആദിയുടെ വാക്കുകൾ കേട്ട് അവളുടെ ഉള്ളിൽ വീണ്ടും നിരാശ നിറഞ്ഞു. തിരിച്ചു പോകാൻ തുനിഞ്ഞ് അവൻ വീണ്ടും അവൾക്ക് നേരേക്ക് തിരിഞ്ഞു. ഇന്ദ്രൻ ഞാൻ കുഞ്ഞുനാൾ മുതൽ ഒന്നിച്ച് പഠിച്ചവരാ. ഇന്ന് വരെ അവൻ്റെ കണ്ണു നിറയാൻ കണ്ടിട്ടില്ല.
ഒന്നിനു മുന്നിൽ അവൻ തോറ്റു കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് രണ്ടും ഈ ദിവസത്തിനിടയിൽ ഞാൻ കണ്ടു. അവൾ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവന് 3 വയസ്സുള്ളപ്പോഴായിരുന്നു അവൻ്റെ അമ്മ മരിക്കുന്നത്. അവൻ്റെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചോടെ അവൻ ശരിക്കും ഒറ്റപ്പെട്ടു തുടങ്ങി. ആ സ്ത്രീക്ക് അവനൊരു ബാധ്യതയായി തോന്നി തുടങ്ങി. അവർക്കൊരു മകൾ കൂടി ജനിച്ചതോടെ അവൻ തീർത്തും ഒറ്റപ്പെട്ടിരുന്നു. അതിൽ പിന്നെ അവൻ അമിതമായിട്ട് ആരോടും സ്നേഹം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെ സ്നേഹത്തിന് വേണ്ടി എപ്പോഴും അവൻ്റെ പിന്നാലെ നടക്കുന്ന അവൻ്റെ അനിയത്തോട് പോലും അവൻ സ്നേഹം കാണിച്ചിട്ടില്ല. പിന്നീട് അവൻ എല്ലാവരോടും ഇങ്ങനെയാണ്. ആരെയും സ്നേഹിക്കാറില്ല, വിശ്വസിക്കാറില്ല. അവൻ്റെ ഉള്ളിലുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് നിന്നിലൂടെയാണ്. നീ അവനോട് കാണിച്ച സ്നേഹം, വാത്സല്യം, നിന്റെ കണ്ണിൽ അവൻ കണ്ട പ്രണയം, അതൊക്കെയായിരുന്നു അവനെ മാറ്റിയത്. പക്ഷെ ഇപ്പോൾ അവൻ്റെ പോക്ക് കാണുമ്പോൾ ശരിക്കും പേടിയാവുക. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആദ്യം മുറി വിട്ടു പോയതും അവൾ നേരെ ഇന്ദ്രൻ്റെ റൂമിലേക്ക് പോയി. അവിടെ മുഴുവനായി വലിച്ചു വാരിയിട്ടിരിക്കുന്നു. അവൾ അവൻ്റെ പുറകിലായി പോയി നിന്ന് മുറി മുഴുവൻ കണ്ണോടിച്ചു. കയ്യിൽ കിട്ടുന്നൊക്കെ വലിച്ചു വാരിയിട്ട് ഫയൽ തപ്പുകയാണ് ഇന്ദ്രൻ. പിന്നിലൊരു കാൽപ്പെരുമാറ്റം അറിഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കി. ഈച്ചുവിനെ കണ്ടതും ദേഷ്യത്തോടെ അവൻ വീണ്ടും ഫയൽ തപ്പാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ്റെ കൈ ഫ്ലവർ വേസിൽ തട്ടിയതും അവൻ ദേഷ്യത്തോടെ തട്ടിത്തെറിപ്പിച്ചു. അത് പൊട്ടി അതിൻ്റെ ഒരു പീസ് അവൻ്റെ കയ്യിൽ കയറി കൈമുറിഞ്ഞെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൻ വീണ്ടും ഫയൽ തപ്പുന്ന തിരക്കിലാണ്. ചിത്തു, കൈ ചോര. അവൾ പെട്ടെന്ന് അവൻ്റെ കൈ പിടിച്ച് നോക്കിയതും അവനവളുടെ കൈ തട്ടിത്തെറിപ്പിച്ചു. അവൾ അവൻ്റെ കൈ പിടിച്ച് ബീൻ ബാഗിലേക്ക് ഇരുത്തി. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് മരുന്ന് വയ്ക്കാൻ ഒരുങ്ങിയതും അവനവളുടെ കൈ തട്ടി മാറ്റി എഴുന്നേറ്റു. അവനെ എഴുന്നേൽക്കാൻ സമ്മതിക്കാതെ അവൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നു. ആദ്യത്തെ ഞെട്ടിൽ അവനൊന്നും തന്നെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്വഭാവത്തിലേക്ക് വന്നപ്പോഴേക്കും അവൾ മരുന്ന് വെച്ച് കഴിഞ്ഞിരുന്നു. ബാൻഡേജ് വലിച്ചു പറിക്കാൻ ഒരുങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ച് അവനെ കൂർപ്പിച്ച് നോക്കി. അവളുടെ കൈ തട്ടി മാറ്റി വീണ്ടും അത് പറിച്ചെറിയാൻ ഒരുങ്ങിയതും അവൾ അവൻ്റെ കീഴ്ച്ചുണ്ടിലായി ബലത്തിൽ കടിച്ചു. അവൻ വേദന കൊണ്ട് എരിവലിച്ച് അവൾ നോക്കി. പക്ഷെ അവൾ നാണത്തോടെ തലതാഴ്ത്തി അവന് നെഞ്ചിലായി മുഖം ഒളിപ്പിച്ചു. ഇന്ദ്രൻ ആകെ കൂടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാത്ത പോലെ അവൾക്ക് തോന്നി. ബാൻഡേജിൻ്റെ പറഞ്ഞിരുന്ന ഭാഗമൊക്കെ ഒട്ടിച്ചു കൊടുത്ത് ആ കൈ ചുണ്ടോട് ചേർത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കിയ സമയം അവൾ അവനെ നെഞ്ചിലേക്ക് തന്നെ മുഖം ഒളിപ്പിച്ച് അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചിരുന്നു. ഇച്ചു. അവനെ വിളി കേട്ടതും സിരിയോട് അവനെ നെഞ്ചിൽ കിടന്ന് അവളൊന്ന് മൂളി. ഇതിൻ്റെ അർത്ഥം എന്താ? അവൾ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിത്തുവിനറിയില്ലേ? അവനില്ലേന്ന് തലയാട്ടി. അത് തൻ്റെ വായിൽ നിന്ന് തന്നെ കേൾക്കാനുള്ള അവൻ്റെ അടവാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ അവൻ്റെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. പക്ഷെ അത് പറയാൻ എനിക്ക് പേടിയായിരുന്നു. ഞാൻ കേട്ടറിഞ്ഞ ചെകുത്താനോടുള്ള എൻ്റെ പേടി, പിന്നെ എന്നെ പറ്റിച്ചുള്ള ദേഷ്യവും. അത് കേട്ടത് ഇന്ദ്രൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പേടിയില്ലേ? ഇന്ദ്രനോടുള്ള പേടിയേക്കാൾ കൂടുതൽ എന്നിലിപ്പോൾ ഉള്ളത് ജിത്തുവിനോടുള്ള പ്രണയമാണ്. ഇരുവരുടെ ചുണ്ടിലെ ഒരേ സമയം പുഞ്ചിരി തെളിഞ്ഞു. അവൾ എഴുന്നേറ്റ് മാറാനൊരുങ്ങിയതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചതും അവൾ വീണ്ടും അവൻ്റെ മടിയിൽ വന്ന് വീണു. ഈ ചെകുത്താന് വാങ്ങുന്നൊക്കെ ഇരട്ടിയായി തിരിച്ചു കൊടുത്ത ശീലം. അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവും മുന്നേ തന്നെ അവൻ അവിടെ കീഴ്ച്ചുണ്ട് കടിച്ചെടുത്തിരുന്നു. അവൾ വേദനയോടെ അവനെ നോക്കി. അപ്പോഴേക്കും അവനത് നുകർന്നു തുടങ്ങിയിരുന്നു. അവൻ്റെ കൈ ഇടുപ്പിലമർന്നു അവൾ പൊള്ളിപ്പിടഞ്ഞു പോയി. ശ്വാസം പോലും എടുക്കാൻ അനുവദിക്കാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിനെ മാറി മാറി നുകർന്നു തുടങ്ങി. ഇന്ദ്ര, ഇതല്ല നീ പറഞ്ഞ ഇതും പറഞ്ഞ അകത്തേക്ക് വന്ന ആദി ഈ കാഴ്ച കണ്ട് സ്തംഭിച്ച് നിന്നുപോയി. അവൻ്റെ ശബ്ദം കേട്ട് തിരിച്ച് ഞെട്ടിക്കൊണ്ട് ഇന്ദ്രനെ തള്ളി മാറ്റി. ഞാനൊരു 5 മിനിറ്റ് മാറിയപ്പോഴേക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്? ആദ്യം അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു. എന്തായാലും നടക്കട്ടെ, ഞാൻ സ്വപ്നത്തിലെ കട്ടുറുമ്പാവുന്നില്ല. അതും പറഞ്ഞ് ഡോറടച്ചോ ഈച്ചു ഇന്ദ്രനെ കൂർപ്പിച്ച് നോക്കി. ആദ്യം എന്ത് വിചാരിച്ചു ആവോ? എന്ത് വിചാരിക്കാൻ? അവൻ്റെ കിസിങ് സീന് പലവട്ടം ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. വാട്ട്? ആദ്യക്കപ്പോൾ ലവറുണ്ടോ? നെക്സ്റ്റ് മന്ത് അവൻ്റെ മാരേജാ. അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. നീ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പതിയെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് കിടക്കാം. അതും പറഞ്ഞ് അവളെ കയ്യിൽ കോരിയെടുത്ത് അവൻ കട്ടിലേക്ക് നടന്നു. ചിത്തു, എന്താ ഇത്? വിട്, ഞാൻ പോട്ടെ. നോ, എനിക്കിന്ന് നിന്റെ മാറിലെ ചൂടറിഞ്ഞുറങ്ങണം, പ്ലീസ്. അവളൊന്ന് എതിർക്കും മുന്നേ തന്നെ അവൻ മാറിലായി തലവെച്ച് കിടന്നിരുന്നു. കുറച്ച് ദിവസത്തെ ലീവിന് ശേഷമാണ് ഇച്ചൊന്ന് ഓഫീസിൽ പോകുന്നത്. വൈകിട്ട് അഭിരാമി ഇച്ചും കൂടെ ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിച്ചിരുന്നു. വൈകിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. പാർക്കിങ്ങിൽ പോയി നോക്കുമ്പോൾ അഭിരാമിയുടെ കാറ് പഞ്ചറായിരുന്നു. അവസാനം ബസ്സിൽ പോകാൻ തീരുമാനിച്ച് മുന്നോട്ട് നടന്നപ്പോഴേക്കും മീയും ഓടി അവർക്കൊപ്പം എത്തിയിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് അവൾ അവർക്കൊപ്പം കൂടി. ബസ് കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു കാറ് വന്ന് മുന്നിൽ നിർത്തിയത്.
ഡ്രൈവറുടെ സൈഡിലെ ഗ്ലാസ് താഴ്ന്നു വന്നും അവർ 3 പേര് അങ്ങോട്ട് നോക്കി. അഭിഷേക് അതും പറഞ്ഞ് അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് പോയി. കുറേ ആൾ കണ്ടിട്ട് സുഖല്ലേ? പുഞ്ചിരിയോട് അവൻ ചോദിക്കുക. അതേ പുഞ്ചിരി അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. കുറച്ചു നേരത്തെ കുശലാന്വേഷണത്തിന് ശേഷം മാൾ വരെ അവൻ ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും വണ്ടിയിൽ കയറി. കുറച്ചു നേരത്തിന് ശേഷം ഒരു വണ്ടി ആ കാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയതും അഭിഷേക് അവരോട് 3 പേരോടും കാര്യം പറഞ്ഞു. അവൻ മാക്സിമം വേഗത്തിൽ വണ്ടി ഓടിച്ചൊരു കാട്ടിലേക്ക് കയറ്റി. ആ കാറ് മുന്നിലേക്ക് പോയതും അവർ 4 പേരും പുറത്തേക്ക് ഇറങ്ങി. കാടിന് നടുവിലായി പൊട്ടിപ്പൊളിഞ്ഞ് വീടാറായ ഒരു വീട്, അതിനു മുന്നിലാണ് അവരിപ്പോൾ. ഈച്ചു കാട് മുഴുവൻ നോക്കി. അഭിഷേക്, നമ്മളിനി എങ്ങനെയാ പോകുന്നത്? അവൾ സംശയത്തോടെ അഭിഷേകിനെ നോക്കി. പോവാനോ? എങ്ങോട്ട് പോവാൻ? പോവാനാണോ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെയൊക്കെ ഞാനിവിടെ എത്തിച്ചത്? പറഞ്ഞു തീർന്നപ്പോഴേക്കും കാട്ടിലായി മറിഞ്ഞുന്ന അവന്റെ ഗുണ്ടകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അഭിഷേക്, അവൾ ഞെട്ടലോടെ അവനെ വിളിച്ചു. അഭിഷേക്? ഞാനോ? നോ, കൈലാഷ്. കൈലാഷ്. അതും പറഞ്ഞ് അവൻ അട്ടഹസിച്ചതും ആ പേരുകൾക്ക് ഈച്ചുവിലൊരു വെള്ളിടി വെട്ടി. നീ ഇന്ദ്രന്റെ പെണ്ണാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ എനിക്ക് നിന്നോട് വല്ലാത്തൊരു തരം ഭ്രാന്താണ് ഇഷിത. അവൻ അവൾക്ക് നേരെ നടന്നു വന്ന് അവളുടെ മുടിക്കുത്തിന് പിടിച്ച് അയാൾക്ക് നേരെ അടുപ്പിച്ചതും സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളിയിട്ട് അവൾ മുന്നിലേക്ക് ഓടിയെങ്കിലും നിലത്ത് കിടന്ന ഒരു കമ്പിൽ തട്ടി അവൾ താഴേക്ക് വീണു. കൈലാഷ് അവളുടെ മുടിക്കുത്തിന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. പുറകെ മിയയെയും അഭിരാമിയെയും അവന്റെ ഗുണ്ടകൾ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഈച്ചുവിനെ താഴേക്ക് തള്ളിയിട്ട് അവൻ അവന്റെ ഷർട്ടൂരി താഴേക്ക് എറിഞ്ഞു. അവളിലേക്ക് ചായാൻ ഒരുങ്ങിയതും ഒരു ചവിട്ടേറ്റ് അയാൾ ഭിത്തിയിലടിച്ച് താഴേക്ക് പതിച്ചു. വീണെടുത്ത് കിടന്ന അയാൾ തലയുയർത്തി നോക്കി. ഇന്ദ്രജിത്ത്? ഇന്ദ്രനെ കണ്ടത് ഈച്ചു എഴുന്നേറ്റ് വന്ന് അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവൾ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കൈലാഷിനെ നോക്കി. കൈലാഷ് ചുറ്റും നോക്കി. തൻ്റെ ആളുകൾ മുഴുവൻ നിലത്ത് വീണ് കിടപ്പുണ്ട്. കൈലാഷ് നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഈച്ചുവിനെ സൈഡിലേക്ക് മാറ്റി നിർത്തി. ഇന്ദ്രന്റെ കാലവന്റെ നെഞ്ചിൽ വീണ്ടും ശക്തിയിൽ പതിച്ചു. ഇന്ദ്രൻ താഴേക്ക് കുനിഞ്ഞു വന്ന് അവന്റെ മുടിയിൽ പിടിച്ചു. കളിക്കാനിറങ്ങുമ്പോ നീയും നിന്റെ മറ്റവളും ഓർത്തില്ലല്ലേ കളിക്കുന്നത് ഇന്ദ്രജിത്തിനോടാണെന്ന്? അത് പറഞ്ഞപ്പോൾ ഇന്ദ്രന്റെ ചുണ്ടിൽ ഒരു പുച്ഛം നിറഞ്ഞു. നിന്റെ മറ്റവളെ ഞാൻ കണ്ടുപിടിച്ചിട്ടും നിന്നെ ഒന്നും ചെയ്യാതിരുന്ന് നീയൊക്കെ എവിടം വരെ പോകും നോക്കാനാ? ഇന്ദ്രന്റെ കൈ വീണ്ടവന്റെ കവിളിൽ ആഞ്ഞു പതിഞ്ഞു. വായിലെ ചോര തുപ്പിക്കളഞ്ഞുകൊണ്ട് കൈലാഷ് ഇന്ദ്രനെ നോക്കി പുച്ഛത്തോടും ചിരിച്ചു. ഇന്ദ്രൻ സംശയഭാവത്തിൽ കൈലാഷ് നോക്കിയ ഭാഗത്തേക്ക് നോക്കി. ഈച്ചുവിന്റെ കഴുത്തിൽ കത്തിവെച്ച് നിൽക്കുന്ന അഭിരാമി കൈലാഷിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഇന്ദ്രൻ ഇരു കൈയും കെട്ടി അഭിരാമിയെ നോക്കി. കൈലാഷും അഭിരാമിയും ഒരേ സമയം അട്ടഹസിച്ചു. ഇനി നീ അവന്റെ മേലെ തൊട്ടു നോക്കി ഇന്ദ്രജിത്ത്. അഭിരാമി വെല്ലുവിളിയോടെ പറഞ്ഞതും ഇന്ദ്രൻ പുച്ഛത്തോടെ അവളെ നോക്കി. അഭിരാമി പെട്ടെന്ന് ആരുടെയോ ചവിട്ടേറ്റ് തെറിച്ചു വീണു. ഇന്ദ്രന്റെ ചുണ്ടിൽ പുച്ഛത്തിൽ കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. ഉയർത്തി ചവിട്ടിയ കാല് താഴ്ത്തി മിയ ഇച്ചുവിന്റെ കയ്യിൽ പിടിച്ച് സൈഡിലേക്ക് നിർത്തി. അപ്പോഴേക്ക് ആദ്യത്തെ ഞെട്ടിൽ മാറി അഭിരാമി കത്തിയുമായി ഇച്ചുവിനടുത്തേക്ക് എത്തിയിരുന്നു. ഇച്ചുവിനെ വലിച്ചു മാറ്റിയെങ്കിലും കത്തി മിയയുടെ കയ്യിലായി ചെറിയ മുറിവ് തീർത്തു. മോളെ മിയ! ഇന്ദ്രനും ആദ്യം ഒരേ സമയം വിളിച്ചിരുന്നു. അഭിരാമിയിൽ നിന്ന് ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ വന്ന ഇച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആദിയുടെ ഒറ്റ ചവിട്ടിന് അഭിരാമി വീണ്ടും ചുമലിലടിച്ച് താഴേക്ക് വീണു. അവളുടെ ഇരു കവിളിൽ അവൻ മാറി മാറി അടിച്ചു. എന്നിട്ട് മിയക്കടുത്തേക്ക് വന്നുകൊണ്ട് അഭിരാമിയെ കൈലാഷിനെയും നോക്കി. രണ്ടുപേർക്കൊന്നും മനസ്സിലായില്ലല്ലേ? മനസ്സിലാക്കി തരാം. ഇവൾ മിയ മഹാദേവൻ. ഇന്ദ്രജിത്ത് മഹാദേവന്റെ ഒരേ ഒരു സഹോദരി. 1 മാസം കഴിഞ്ഞ മിയ ആദിത്യൻ. അത് പറയുമ്പോൾ അവൻ മിയയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. അഭിരാമി ഞെട്ടിക്കൊണ്ട് മിയയെ നോക്കി. ഓഫീസിൽ നിന്ന് കൈലാഷിന് വേണ്ടി ആരോ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുണ്ടെന്ന് രാജീവ് സാർ പറഞ്ഞോണ്ടാ അവരെ കണ്ടുപിടിക്കാനായി ഇവള് നിങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ഇവളെ ഒരുപാട് അന്വേഷിച്ചിട്ടും ഇൻഫോർമർ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ ആ കുഴഞ്ഞിരിക്കുമ്പോഴാ ഇഷിതയെ കരുവാക്കി നീ കളിച്ചു തുടങ്ങിയത്. ശരിക്കും അപ്പോഴാ മിയക്ക് നിന്റെ മേലെ സംശയം വന്ന് തുടങ്ങിയത്. പുതുതായി വന്ന ഇഷിതക്ക് ഒരിക്കലും അവിടെ നിന്ന് ഇത്രയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ കഴിയില്ല. അതിന് പിന്നിൽ മിയ നിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. നീ ഇച്ചുവിനെ കൂട്ടി പോകുന്ന അറിഞ്ഞപ്പോൾ തന്നെ ഇവളെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇതൊക്കെ പറയുമ്പോൾ ആദ്യം മിയ അഭിമാനത്തോടെ ചേർത്ത് പിടിച്ചു. ഇന്ദ്രന്റെ ചുണ്ടിലുമുണ്ടായിരുന്ന ഒരു പുഞ്ചിരി. ഇന്ദ്രൻ വീണ്ടും കൈലാഷിനെ നേരെ തിരിഞ്ഞു. കാലുയർത്തി വീണ്ടും അവനെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി കലി തീരുവോളം. അഭിരാമി ഓടി രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും മിയ അവിടെ വയറ് നോക്കി ചവിട്ട് വെച്ച് കൊടുത്തു. പഴയ ഇന്ദ്രജിത്തായിരുന്നെങ്കിൽ നീയൊന്നും ഈ ലോകത്തിപ്പോ ജീവനോടെ കാണില്ലായിരുന്നു. നിനക്കൊക്കെ ഞാൻ തരുന്ന ഔദാര്യാ നിന്റെ ഒക്കെ ഇനിയുള്ള ജീവിതം. അതെങ്കിലും മര്യാദക്ക് ജീവിക്കാൻ നോക്ക്. ഇന്ദ്രൻ മിയക്കടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ കരുതിയ കർച്ചീഫ് എടുത്ത് അവളുടെ മുറിയിൽ വെച്ച് കെട്ടിക്കൊടുത്തു.
മിയ കരച്ചിലോട് അവനെ നെഞ്ചിലേക്ക് വീണതും അവൻ തൻ്റെ സഹോദരിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആദ്യമായിട്ടാണ് അവൻ തൻ്റെ സഹോദരിയെ ചേർത്ത് പിടിക്കുന്നത്. അതിൻ്റെ സന്തോഷം മുഴുവൻ മിയയുടെ മുഖത്തുണ്ടായിരുന്നു. അത് കാണെ ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ ഷോക്കിൽ നിന്ന് പുറത്തു വരാൻ ഇച്ചുവിന് ദിവസങ്ങളെടുത്തു. മാസങ്ങൾക്ക് ശേഷം ഇന്ദ്രന്റെ താലി ഇച്ചുവിന്റെ കഴുത്തിൽ വീഴുമ്പോൾ ആദിയുടെ കൈ കോർത്ത് പിടിച്ച് അവന്റെ താലിയും അണിഞ്ഞ് മിയും ഉണ്ടായിരുന്നു. നഗ്നമായ ഇച്ചുവിന്റെ മാറിൽ തലവെച്ച് കിടക്കുമ്പോൾ ഇന്ദ്രന്റെ സന്തോഷത്തിന് അതിരുകളിലായിരുന്നു. അവൻ അവളുടെ പാട്ടിന് കാതോർത്ത് അവളുടെ മാറിന്റെ ചൂടാസ്വദിച്ച് കിടന്നു. പതിയെ പതിയെ ഇരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു.